ഓഫറുകളുടെ പെരുമഴക്കാലം. സാധാരണ നമുക്ക് ലഭിക്കുന്ന ഓഫറുകൾക്ക് പുറമെ കയ്യും കണക്കും നോക്കാതെ വാരിക്കോരി തരുന്ന ഓഫറുകൾ. പടച്ചോൻ്റെ ഓഫറുകളെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അഷ്റു അംസാലിഹ എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട് ഖുർആനിൽ. അതിൽ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ നന്മ ചെയ്തിട്ട് പടച്ചോൻ്റെ അടുത്ത് എത്തുമ്പോൾ അതിന് 10 മടങ്ങ് പ്രതിഫലവും, നേരെ മറിച്ച് തിന്മ ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ആ തിന്മക്ക് തുല്യമായ പ്രതിഫലവുമാണ് പടച്ചോൻ കൊടുക്കുക. എന്താ അല്ലേ? നന്മ ചെയ്തിട്ട് പടച്ചോൻ്റെ അടുത്ത് എത്തുമ്പം അതിന് 10 ഇരട്ടി പ്രതിഫലവും, തിന്മയാണ് ചെയ്തതെങ്കിൽ ആ കുറ്റത്തിന് അല്ലെങ്കിൽ ആ തെറ്റിന് തുല്യമായ പ്രതിഫലവും. മറ്റൊരു പ്രവാചക വചനത്തിൽ പറയുന്നുണ്ട്, ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മതി. നന്മ ചെയ്യാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ തന്നെ ആ നന്മക്ക് പടച്ചോൻ്റെ അടുത്ത് കൂലിയുണ്ട്. തിന്മ ചെയ്താൽ മാത്രമേ അതൊരു തെറ്റായിട്ട് പരിഗണിക്കുകയുമുള്ളൂ. നാം ചെയ്തു പോയ തിന്മകളൊക്കെ പടച്ചോൻ്റെ കണക്കിൽ നന്മകളാവുന്ന ഒരു അവസരം വരാനുണ്ട്. ഇതൊക്കെ പറയുമ്പം വിചാരിക്കും, കുറേ തിന്മകൾ ചെയ്തിട്ട് കുറച്ച് നന്മകൾ ചെയ്താൽ പോരെ. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ചെയ്ത തിന്മകൾ നമ്മുടെ കണ്ണിൽ കാണണം. ആ തിന്മകളെ ഓർത്ത് നമുക്ക് ലജ്ജ തോന്നണം. കൂടാതെ ആ തിന്മകളെ ഓർത്ത് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം, പടച്ചോനോട് പ്രായശ്ചിത്തം ചെയ്യണം. എങ്കിലേ തിന്മകൾ പടച്ചോൻ്റെ കണക്കിൽ നന്മയായിട്ട് മാറ്റപ്പെടുകയുള്ളൂ. ഒരിക്കൽ സ്വഹാബിമാരിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഇസ്ലാമിൽ ഏറ്റവും പുണ്യകരമായ പ്രവൃത്തി എന്താണെന്ന്. അവിടുന്ന് പറയുന്നുണ്ട്, നന്മ ചെയ്തില്ലെങ്കിലും ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പുണ്യകരമായ പ്രവൃത്തി എന്നുള്ളത്. ചെറിയ ചെറിയ തിന്മകളിൽ നിന്നൊക്കെ വിട്ടുപിരിയാൻ അല്ലെങ്കിൽ വിട്ടുനിൽക്കാൻ പറ്റുന്ന ചില സംഗതികൾ നമുക്ക് നോക്കാം. അർത്ഥബോധത്തോടു കൂടി ഇസ്തിആദത്ത് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ദുഷ്ചിന്തകളിലേക്ക് നീങ്ങുമ്പോൾ അല്ലെങ്കിൽ ദുഷ്ടതയിലേക്ക് നീങ്ങുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലുക. പടച്ചവനോടുള്ള ഭയത്താൽ ചിലപ്പോൾ നമുക്കതിൽ നിന്ന് പിന്തിരിയാൻ പറ്റിയേക്കാം. നമ്മൾ ഏത് പ്രവൃത്തിയിലേക്ക് നീങ്ങുമ്പോഴും ബിസ്മിയോടുകൂടി തുടങ്ങുക. അള്ളാഹുവിൻ്റെ 3 നാമങ്ങൾ വരുന്ന ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലുമ്പോൾ തെറ്റിലേക്ക് നീങ്ങാൻ സ്വാഭാവികമായിട്ടും നമുക്കൊരു മനപ്രയാസമുണ്ടാവും. മൂന്നാമതായി, എപ്പോഴും വുദുവോടുകൂടി നിൽക്കുക. വുദു ചെയ്യുക എന്നുള്ളത് ശരീരത്തെ ശുദ്ധിയാക്കുന്നതോടൊപ്പം തന്നെ മനസ്സിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും. അങ്ങനെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.